ഇപ്പോൾ ലക്ഷ്മി എന്തുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാകുന്നു? വീഡിയോ വന്നു കഴിയുമ്പോൾ വരാൻ പോകുന്ന ആദ്യത്തെ ചോദ്യമാണ്. എനിക്കതൊക്കെ ആദ്യമേ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ആരാണെന്നും എനിക്കറിയാം, ബാലു പുറകിൽ ഉറങ്ങുന്നതും എനിക്കറിയാം. അകൽച്ച തന്നെയായിരുന്നു. ഞങ്ങൾ വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ഒരു തവണയാണ് പോയിട്ടുള്ളത്. ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി ഈ ഒരു കാര്യം പറയിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ മിണ്ടാതിരുത്താനോ ഒന്നും പറ്റില്ല. അദ്ദേഹം ജീവനോടിരുന്നാൽ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കും. പക്ഷെ അദ്ദേഹം ബാലഭാസ്കർ എന്ന മ്യൂസിഷ്യൻ ആഹ്ലാദിക്കും. പബ്ലിക്കിൽ വന്ന് ഒരു ഫേസ്ബുക്ക് പോലെയോ ഒരു സോഷ്യൽ മീഡിയയിലെ കവലയിൽ വന്ന് വിളിച്ചു പോവേണ്ടതാണ് കാര്യങ്ങളെന്ന് എനിക്ക് തോന്നിയില്ല. 2018 നമ്മളെല്ലാവരും പ്രിയങ്കരനായ ബാലുചേട്ടൻ, അദ്ദേഹം ഇപ്പോൾ നമ്മളെ വിട്ടിട്ട് പോയിട്ട് ഏതാണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിഞ്ചുമകളും ഏതാണ്ട് 6 വർഷം പിന്നിടുന്ന വേളയിൽ ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിധവ ശ്രീമതി ലക്ഷ്മി ആദ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ, അഥവാ ഒരു മാധ്യമത്തിന് അവർ സ്വകാര്യമായി, അഥവാ ആ ഒരു മാധ്യമത്തിന് മാത്രം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അതിനകത്ത് അവർ ഏതാണ്ട് 1 മണിക്കൂറോളം സംസാരിച്ച കാര്യങ്ങൾ സ്പീഡ് കൂട്ടാതെ അവരുടെ ഇമോഷൻസ് അവരെങ്ങനെയാണോ അതിനകത്ത് പ്രകടിപ്പിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം സശ്രദ്ധം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, എനിക്ക് ആ സ്ത്രീയെ ഒരു തരി പോലും ഈ സോഷ്യൽ മീഡിയയിൽ ഈ കാണുന്ന പലരും പറയുന്നത് പോലെ ഒരു തരി പോലും എനിക്ക് സംശയിക്കാൻ തോന്നുന്നില്ലെന്ന് മാത്രമല്ല, അവരായതുകൊണ്ട്, അല്ലെങ്കിൽ അവർ ഇതിനകത്ത് പറയുന്നുണ്ട് താങ്ങി നിർത്തിയ കുറച്ച് മനുഷ്യർ, വളരെ നല്ല മനുഷ്യർ, ആ മനുഷ്യരുള്ളത് കൊണ്ട് ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നു, എനിക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷകൾ അവർ തരുന്നു എന്ന് പറയുന്നിടത്ത് തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീയുടെ ആ ഒരു ധൈര്യം, അവരുടെ ആ ഒരു നിലനിൽക്കാനുള്ള ആ ഒരു മനക്കെട്ടി, അതിനൊക്കെ തീർച്ചയായിട്ടും ഒരു സല്യൂട്ട് കൊടുക്കണം. ശരിക്കും അതിജീവിച്ച് നിൽക്കുന്നത്, അതിജീവിത നമ്മുടെ മുമ്പിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രീമതി ലക്ഷ്മി തന്നെയാണ്, അഥവാ ലക്ഷ്മി ചേച്ചി തന്നെയാണ്. എനിക്കെന്തോ ആ ഒരു ഇൻ്റർവ്യൂ ഞാൻ മുഴുവൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ തുടക്കം അതുപോലെ ഈ ആങ്കർ, ഈ അവതാരകന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ പക്വത, അവരെ കേൾക്കാൻ ശ്രമിക്കുക, അവരെ പറയാൻ അനുവദിക്കുക, അവരുടെ ഇമോഷൻസിലേക്ക് അധികം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കുക. നമ്മുടെ ഇന്ന് ന്യൂജൻ പല ചാനലുകളുടെ ഇൻ്റർവ്യൂ വെച്ച് നോക്കുമ്പോഴേക്ക് എത്ര പക്വമായിട്ടാണ് അദ്ദേഹം ഡീൽ ചെയ്യുന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒരു സിനിമ കാണുന്നത് പോലെ അതിനകത്ത് അതിൻ്റെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇടയ്ക്ക് പറഞ്ഞ് അവസാനം ഒരു ചിരിയോടുകൂടി, അല്ലെങ്കിൽ ബാലഭാസ്കറിൻ്റെ അല്ലെങ്കിൽ ബാലുചേട്ടൻ്റെ തന്നെ പാസ്റ്റ് ലൈഫിൽ അവർക്ക് കൊടുത്തിട്ടുള്ള സന്തോഷ നിമിഷങ്ങളെക്കുറിച്ച് വളരെ വാചാലയായി അതിനെ ഒരു ചിരിയോടുകൂടി അവസാനിപ്പിക്കുന്നിടത്താണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവതാരകന് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതിനെ തുടർന്ന് പിന്നെ ഒരുപാട് ചാനലുകളിൽ ചില മഞ്ഞ ചാനലുകളിലൊക്കെ ഇവരെക്കുറിച്ച് വളരെ ഇപ്പം തന്നെ ആരോപണ ശരങ്ങൾ ചെയ്തുകൊണ്ട് വന്നു. എന്തുകൊണ്ട് ഒരു ചാനലിന് മാത്രം കൊടുത്തു, എന്തുകൊണ്ട് പത്രസമ്മേളനം നടത്തിയില്ല, ബാലുചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം. ഇനി പ്രധാനപ്പെട്ട ഞാൻ മനസ്സിലായ കാര്യങ്ങളിലേക്ക് വരാം. ഇതിനകത്ത് വ്യക്തവും സ്പഷ്ടവുമായൊരു കാര്യം പറയുന്നു. ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന, ഇപ്പം നമ്മുടെ ഹെസിറ്റേഷൻ, നമ്മൾ ഈ വണ്ടി, ഇപ്പോൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം. ഇപ്പോൾ കാറിൽ യാത്ര ചെയ്യുന്നവർ, ബസ്സിൽ യാത്ര ചെയ്യുന്നവർ, ചില സ്ഥലത്ത് നമ്മൾ യാത്ര നോസിയ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഈ വണ്ടിയിലിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ഇറിറ്റേഷൻ വരികയും നമ്മൾ വല്ലാത്ത അവസ്ഥയിലേക്ക് വരും, ക്ഷീണം വരികയും തളർച്ച വരികയും ഒക്കെ ചെയ്യും. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ ഛർദ്ദിൽ തോന്നും, ഒക്കെ ചെയ്യും, പലരും ഉണ്ടാകും. ഞാൻ അതിനകത്ത് പെടുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ ദീർഘദൂരം ചില സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സമയങ്ങളിലേക്ക് വളരെ രൂക്ഷമായി അനുഭവിച്ചിട്ടുള്ള ആളാണ്. ആ സമയങ്ങളിലൊക്കെ ബാക്ക് സീറ്റിലിരിക്കാതെ അത് ഫ്രണ്ട് സീറ്റിലേക്ക് പോയിരിക്കുക എന്നുള്ള ശീലം എനിക്കുമുണ്ട്. അത് പറയുന്നത് വളരെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അത് അറിയുന്നവർക്ക് അറിയാവുന്ന കാര്യം. അങ്ങനെ ബാക്ക് സീറ്റിൽ നിന്ന് ഫ്രണ്ട് സീറ്റിലേക്ക് പോയി ചില സമയത്ത് ഓമിക്കൈൻ്റെ അങ്ങനെ എന്തോ ആണ് ഒരു ടാബ്ലറ്റ് ഒക്കെ എടുക്കാറുണ്ട്. അതർവൈസ് നമ്മളിങ്ങനെ കണ്ണു അടച്ചിട്ടിരിക്കും. കാരണം നമ്മൾ പുറത്തേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ ഒരു ലേഡിക്ക് ആ ഒരു അവസ്ഥ അതേപോലെ ആ ഒരു അസുഖത്തിൻ്റെ പ്രശ്നമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു വാഹനത്തിൻ്റെ മുൻവശത്തേക്ക് ഇരിക്കുന്നു, ബാലുചേട്ടൻ പിൻവശത്തേക്ക് പോയി ഉറങ്ങാനെന്ന് പറഞ്ഞു പോകുന്നു. ബാലുചേട്ടൻ ഈ പറഞ്ഞതിനകത്ത് വ്യക്തമായി ബാലു എന്ന് പറയുന്ന വ്യക്തി, അഥവാ ബാലുചേട്ടൻ എന്നുള്ള വ്യക്തി അദ്ദേഹം തീരുമാനിക്കാതെ ഒരു കാര്യം ചെയ്യാത്ത ഒരാളാണ്. അഥവാ അദ്ദേഹത്തിന് മറ്റൊരാളുടെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു കാര്യം മാറ്റിപ്പിക്കാനൊന്നും പറ്റുന്നതല്ല. അദ്ദേഹം തന്നെ തീരുമാനിച്ചതിൻ്റെ അടുത്ത ദിവസത്തേക്കുള്ള ഒരു പ്രാക്ടീസിൻ്റെ മറ്റു കാര്യങ്ങൾക്കും പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾക്കും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരണം എന്നുള്ള കാരണം കൊണ്ട് വന്നത് തന്നെയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവർ പറയുന്നത് അർജുൻ എന്നുള്ള വ്യക്തിയെ അദ്ദേഹം അവസാന നിമിഷം, അഥവാ ഈ നമ്മുടെ ശ്രീമതി ലക്ഷ്മി
അവരുടെ ഒരു അവസാന കണ്ണടയ്ക്കുന്നതിന് മുമ്പ് കാണുന്നത് ഈ അടുത്തിരിക്കുന്ന അർജുൻ വളരെ ഭയചകിതനായി വണ്ടി ഓടിക്കുകയും ഒരു ഓഫ് റോഡ് പോലെ വണ്ടി പോവുകയും പിന്നീട് പെട്ടെന്ന് എല്ലാം അവസാനിക്കുകയും ഒരു അബോധാവസ്ഥയിലേക്ക് പോവുകയും പിന്നെ വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ക്രിട്ടിക്കൽ ICUവിൽ അവർ കണ്ണ് തുറക്കുകയും ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അതിനിടയ്ക്ക് ബാലിച്ചേട്ടൻ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. വൈകിയാണ് അവർ അത് അറിയുന്നത്. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഹാലൂസിനേറ്റ് ചെയ്യുന്ന കണ്ണടച്ച് കഴിഞ്ഞാൽ ബാലിച്ചേട്ടനോടൊപ്പമുള്ള ലൈഫും അതിനു മുമ്പ് റിയാലിറ്റിയിൽ വേദനയും പെയിൻഫുൾ ആയിട്ടുള്ള ദേഹം നുറുങ്ങിയിരിക്കുന്ന അവസ്ഥയും ഒക്കെ കടന്നുപോയും സ്വന്തം ജീവിതത്തിൻ്റെ അവർ പറഞ്ഞൊരു വാക്കാണ്, അതായത് ആ 2 പേർക്കിടയിൽ കറങ്ങിക്കൊണ്ടിരുന്നത് അതായിരുന്നു എൻ്റെ ജീവിതം, അതിൻ്റെ അതായിരുന്നു എൻ്റെ ആ ഒരു സെൻറ്റർ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇനി ആരെയാണ് ഭയക്കേണ്ടത്, ഞാൻ ആരെയാണ് രക്ഷിക്കേണ്ടത്? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. എനിക്കും ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇന്നലത്തെ ആ ഒരു വീഡിയോ ഇന്നലെ തന്നെ കണ്ടിട്ട് ഞാൻ വളരെ സമയമെടുത്ത് തന്നെയാണ് വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ എനിക്കൊരാളോട് പകയും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ ഉണ്ട്. അയാളെ ഒപ്പം ഞാൻ കാറിൽ ഡ്രൈവ് ചെയ്ത് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നതെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ മറ്റു കൂട്ടാളികളെ കൊണ്ട് കൊല്ലിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആ കാറിനകത്ത് ഞാൻ ഇരിക്കുമോ? കോമൺ സെൻസ് ആണ്, ഇരിക്കുമോ? ഇനി ഞാൻ ആ പ്രതികളുടെ കാര്യങ്ങളിലേക്കൊക്കെ വരാം. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ആ ഡ്രൈവർ അന്ന് നമ്മുടെ ഈ KSRTC ഡ്രൈവർ കണ്ടു എന്ന് പറയുന്നൊരു ഇതുണ്ട്, ഈ കലാഭവൻ സോബി കണ്ടു എന്ന് പറഞ്ഞു. കലാഭവൻ സോബിയുടെ കാര്യം ഇപ്പോൾ CBI ക്രൈംബ്രാഞ്ച് ഒക്കെ അന്വേഷിച്ചിട്ട് കലാഭവൻ സോബിയുടെ ഒരു വാക്കുകളെ അവർ നിരാകരിക്കുകയും അത് കള്ളമെന്ന് പറയുകയും ചെയ്യുന്നു. അതിനുശേഷം എന്തുകൊണ്ട് കലാഭവൻ സോബിയിലേക്ക് ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അയാൾക്കൊപ്പം നിൽക്കാൻ തോന്നുന്നു, എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു മാനുഷികമായിട്ട് നമ്മുടെ ഈ പൊതു വ്യവസ്ഥിതിയിലൊരു കാര്യമുണ്ട്. ഒരു പെണ്ണ് ഒരു വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ അകത്ത് എന്തൊക്കെ തരത്തിലേക്ക് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലതൊക്കെ വളരെ രൂക്ഷമായിരിക്കും, ചിലതൊക്കെ ചെറുതായിരിക്കും. ഇവിടെ 22-23 വയസ്സ് പ്രായത്തിൽ തന്നെ ശ്രീമാൻ നമ്മുടെ ബാലഭാസ്കർ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ ഒരിക്കലും ഒത്തുപോകാൻ ഒരു മകൾ, സുഖമില്ലാത്തൊരു മകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ മകൻ ഇങ്ങനൊരു സംഭവത്തിലേക്ക് പോയപ്പോഴേക്കും ആ കുട്ടിയെ ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കഴിയാത്ത അദ്ദേഹത്തിൻ്റെ അമ്മ, പിന്നെ അവർ വലിയ കുഴപ്പമില്ലാതെങ്കിലും കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മാത്രമായിരുന്നു. അപ്പം ആ ഒരമ്മ, ആ ഒരു സ്ത്രീ ഇന്നേ വരെ ഒരു തവണ മാത്രമാണ് ആ വീട്ടിലേക്ക് പോയി എന്ന് വളരെ കണ്ണീരോടൊന്നല്ല വിഷമം ഉള്ളിലടക്കി പറയുന്ന ലക്ഷ്മിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ലക്ഷ്മി ചേച്ചിയെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം, ആ വീട്ടുകാർ ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം മാത്രം, അഥവാ ഈ ബാലഭാസ്കറിൻ്റെ ബാലുചേട്ടൻ്റെ അച്ഛൻ മാത്രമാണ് ഈ ലക്ഷ്മി ചേച്ചിയെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തന്നെ, അതായത് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ഒരാളെ നമുക്ക് വണ്ടിക്കകത്തിരിക്കുന്ന വ്യക്തി തന്നെ കൊല്ലാൻ വേണ്ടി ഞാനും അല്ലെങ്കിൽ നമ്മളും കൂടെ പോവുമോ? ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു സ്ത്രീക്കും ഇത്രയും നാൾ കോമാവസ്ഥയിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് ബോധമില്ലാതെ പോയി, ഹെഡ് ഇഞ്ചുറിയാണ്, ബ്രെയിൻ ഇഞ്ചുറിയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലേഡി അവർക്ക് എന്ത് വൈരാഗ്യമാണുള്ളത്? ഇപ്പോൾ ബാലുചേട്ടനെ നഷ്ടപ്പെടുത്തിയിട്ട് ഒരു കോടികൾ കിട്ടുമെന്നാണോ? ഇപ്പം ഇൻഷുറൻസ് തുക 1 കോടി കിട്ടി, മറ്റൊരു 10 കോടി ആയിക്കോട്ടെ, ബാലുചേട്ടൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി എത്ര കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും? മറ്റെന്തെങ്കിലും ഇൻറ്റൻഷനാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് പല ആൾക്കാരെ ചേർത്ത് വെച്ച് അവരുടെ പേര് വായിക്കുമ്പോൾ നമ്മുടെ മൂല്യച്യുതി, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരാളെ കുറ്റപ്പെടുത്താനുള്ളൊരു കണ്ണ്, അതാ പറഞ്ഞ. അതുകൊണ്ടാണ് ഇവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് സോബിയുടെ വാക്കുകളെ നമ്മൾ വലിയ വാക്കുകളായിട്ട് പറയുകയും അവരെ എതിർത്ത് പറയുകയും ഇവരെ കുറ്റപ്പെടുത്തുകയും ഇത്രയും നാളായില്ലേ മിണ്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഇന്ന് അവരെ മിണ്ടിയതാണ് ഏറ്റവും വലിയ കുറ്റമായിട്ടും കാണുന്നത്. അവർ മിണ്ടിയപ്പോൾ അവർ പറയുന്നുണ്ട്, എന്നെ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം എൻ്റെ നഷ്ടം ഏറ്റവും വലുതാണ്, ഇതിനെക്കാട്ടും വലിയ നഷ്ടം എൻ്റെ ജീവിതത്തിൽ വരാനില്ല, അതുകൊണ്ട് ഇനി എന്നെ ആർക്കും ഭീഷണിപ്പെടുത്താൻ പറ്റത്തില്ല. ഞാൻ കണ്ടതാണ് കണ്ണടഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ഉറക്കത്തിൽ ഡ്രൈവിങ്ങിന് എന്തോ പിഴവ് പറ്റിയിട്ടുള്ള അർജുൻ്റെ കയ്യിൽ നിന്ന് പോയൊരു പിഴവാണ്, അത് വണ്ടിയിലേക്ക് ഇടിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഈ പറഞ്ഞ കണക്കിൽ നിങ്ങളൊരാളെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ആ വണ്ടിക്കകത്ത് നിങ്ങളിരിക്കുകയും സിനിമയിൽ കാണുന്നത് പോലെ പോയി ഒരു വണ്ടി കൊണ്ടുവന്ന് ഒരു മരത്തിലേക്ക് കൊണ്ട് ഇടിച്ച് കയറ്റുകയും ചെയ്തിട്ട് നിങ്ങൾ സാഹസികമായിട്ട് രക്ഷപ്പെടുകയും അയാൾ മരിക്കുകയും ചെയ്യുന്നുള്ള കാര്യം സിനിമയിലല്ലാതെ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ പറ്റുമോ? കലാഭവൻ സോബി പറഞ്ഞതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? ലിവർ കൊണ്ട് അടിക്കുന്നത് കണ്ടു, അദ്ദേഹത്തിന് മൃതപ്രായനാക്കുന്നുണ്ട്, ഇതെല്ലാം അദ്ദേഹം ദൂരെ നിന്ന് കാണുന്നതാണ് പറയുന്നത്. ഈ ഒരു എന്താണ്, ആ ഒരു വളരെ വേഗത്തിൽ വണ്ടികൾ വന്നു പോകുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിൽ നിന്നൊക്കെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ പലരും ചോദിക്കുന്നത് അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തിനൊന്നും നഷ്ടം, അദ്ദേഹം ഇതുകൊണ്ട് നഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കോടികൾ കൊണ്ടുവച്ചിട്ട് ആൾക്കാരൊക്കെ കുറച്ച് മുമ്പ് വന്ന ഇൻ്റർവ്യൂവിൽ കോടികൾ അദ്ദേഹത്തിന് കൊടുക്കാമെന്നൊക്കെ എന്താണ് കൊണ്ടുവച്ചിട്ട് ഇതിൽ നിന്ന് പിന്മാറണമെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. പിന്നെ മനഃപൂർവ്വമായിട്ട് നമ്മുടെ ശ്രീമതി ലക്ഷ്മി ബാലഭാസ്കറിൻ്റെ ചില കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഉള്ളിൽ ഒതുക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കോ എനിക്കോ ആണ് ഇങ്ങനെ സാഹചര്യം വന്നാലും സമൂഹം ഇങ്ങനെയല്ലേ പറയാം? നമ്മുടെ കൂടെ ഇരിക്കുന്ന വ്യക്തി, വളരെ വിശിഷ്ടനായ വ്യക്തി, ആ ഒരു അപകടത്തിൽ നമുക്കൊപ്പം നമ്മൾ മരിക്കാതെയും അവർ മരിച്ചും പോകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ വരിക? നിങ്ങൾക്കാണെങ്കിൽ ഈ ആരോപണം ഏറ്റുവാങ്ങേണ്ടി വരികയും നിങ്ങൾ ആ തെറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ
ആ ഒരു ക്രൂരത സമൂഹം നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ നിങ്ങൾ തളരാതിരിക്കുമോ? നിങ്ങളെ കൊണ്ട് കഴിയുമോ? എന്നെ കൊണ്ടൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഞാനൊന്നും അത് അതിജീവിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാം, അവർ പെറ്റ കുഞ്ഞ്, ആ കുഞ്ഞ് മരണപ്പെട്ടു. അവരുടെ ജീവനായിരുന്ന അവരുടെ ഇഷ്ടത്തോടുകൂടി ജീവിതത്തിൽ കൊണ്ടുവന്ന ബാലുച്ചേട്ടൻ നഷ്ടപ്പെട്ടു. അവർക്ക് പിന്നെ എന്താണ് എന്താണുള്ളത് പറയും. അതിനുശേഷം വരുന്ന ഈ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഈ ഗോൾഡിന്റെ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ തമ്പിയുടെ കാര്യത്തിൽ എനിക്ക് ആകപ്പാടെ എനിക്ക് ഇതിനകത്ത് ഒരു ചെറിയ സ്ഥലത്ത് മാത്രമാണ് ചെറിയൊരിതെങ്കിലും അതെന്താ അങ്ങനെ എന്ന് തോന്നിയത്. അത് വേറൊന്നുമല്ല. അതായത് ഇവരെല്ലാവരും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അതായത് ബാലുച്ചേട്ടൻ, മോള് അവിടെ ചെന്ന് തൽക്ഷണം നഷ്ടപ്പെടുന്നു. ബാലുച്ചേട്ടനും ചേച്ചിയും ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ തമ്പി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ബാലുച്ചേട്ടൻ്റെ മൊബൈലുണ്ട്, അത് ഞാൻ തരാം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. അതെന്തുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മൊബൈൽ എന്തുകൊണ്ട് കാരണം ഇതൊരു അപകടം തന്നെയാണ് എന്ന് അദ്ദേഹം വളരെ ഇതിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ എന്തുകൊണ്ട് തമ്പി വെച്ചേക്കണം എന്നൊരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യം, പേഴ്സും അതുപോലെ തന്നെ മൊബൈലും അവരുടെ കൂടെ ഇല്ലായിരുന്ന ഈ വ്യക്തി ഈ പേഴ്സും ഈ മൊബൈൽ ഫോണും അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ട് പെട്ടെന്ന് കൈക്കലാക്കണം, അതിനുശേഷം എന്തുകൊണ്ട് അത് കൊടുക്കാതിരിക്കണം എന്നൊരു ചോദ്യം മാത്രമാണ് എനിക്ക് ആകെപ്പാടെ ഇതിനകത്ത് എനിക്കൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിനെല്ലാത്തിനും മൊഴിയെടുപ്പും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അന്വേഷണത്തിൽ അത് എന്താണെന്ന് കാരണം CCTV നഷ്ടപ്പെടുത്തിയതും മറ്റുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട്. അത് ശ്രീമതി ലക്ഷ്മിയും പറയുന്നുണ്ട്. അതായത് ഇതിനകത്ത് മെയിൻ കൾപ്രിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ അർജുൻ എന്ന് പറയുന്ന വാഹനം ഓടിച്ചു അഥവാ ലക്ഷ്മി ചേച്ചി ആദ്യവും പറയുന്ന അവരുടെ ബോധം വന്ന സമയത്തും പറയുന്നത്, ഇപ്പോഴും അവർ ആവർത്തിച്ച് പറയുന്നത് അദ്ദേഹമാണ്, അഥവാ ഈ അർജുൻ തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത്. എന്നാൽ അർജുൻ മൊഴി മാറ്റി പറഞ്ഞു, അങ്ങനെ ഞങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, അല്ലെങ്കിൽ അതിനകത്ത് ബാലഭാസ്കർ തന്നെയാണ് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ് ഇവന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട്, എന്നിട്ട് ഇവൻ്റെ പേര് പറഞ്ഞപ്പോൾ ഇവൻ വീണ്ടും ഇവർക്കെതിരെ കേസ് കൊടുത്തു, എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ചില കാര്യം പറയുന്നു ഈ മറ്റേ അർജുനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി ചേച്ചി ഈ ഒരു കള്ളം പറയുന്നതെന്നാണ്. ആ അർജുൻ തന്നെ അവരെ പറ്റിച്ചിട്ടുള്ള കാര്യം അവർ തുറന്നു പറയുമ്പോൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അവരെ വീണ്ടും നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? നമ്മളൊരു മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ ജീവിച്ചിരിക്കുന്നതാണ് മറ്റുള്ള പല ആൾക്കാരുടെയും കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നു. ആ സ്ത്രീ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം, കാരണം ആ ഒരു വിഷയത്തിൽ നിന്ന് ജീവനോടുള്ള ആ ഒരു സ്ത്രീ ആ ഒരു ഡ്രൈവറായിട്ടുള്ള ആളുമാണ്. അയാളൊരു കുറ്റവാളിയായിട്ട് ഇപ്പോൾ അയാളുടെ നിരവധി ക്രൈം, ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് വന്ന ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് അടക്കം പലതിലും അയാളൊരു ഒരു ക്രിമിനലാണ്. അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അയാൾ എങ്ങനെയാണ് ബാലുച്ചേട്ടനിലേക്ക് എത്തിയെന്നുള്ള കാര്യവും അവർ പറയുന്നത് അയാളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് കൂടെ നിർത്തിയതാണെന്നൊക്കെയുള്ള രീതിയിൽ 2-3 തവണ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് എന്നും പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ. അപ്പം ഇതിനപ്പുറത്തേക്ക് പിന്നെ എങ്ങനെയാണ് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? പിന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു ഷെയ്ഡ്, അതായത് ഇവിടെ ലക്ഷ്മി ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ തന്നെ അപ്പുറത്ത് ബാലുച്ചേട്ടൻ്റെ അച്ഛനും അമ്മയും നമ്മളത് അഡ്രസ്സ് ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് എല്ലാവരും അവരെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നേരത്തെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോയൊരു കാര്യം. അതായത് സമൂഹത്തിനൊരു പ്രശ്നമുണ്ട്. ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം പിന്നെ ആ സ്ത്രീയിലേക്ക് അടിച്ചേൽപ്പിക്കുക. ഇവള് കാലെടുത്ത് വെച്ചിട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള തരത്തിലേക്കൊക്കെ പറയും. ആ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഇന്നൊരു കീഴ്വഴക്കമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ നടക്കുന്നതിനകത്തൊരു ബ്ലെയിമിങ് ഓൾറെഡി തന്നെ ആ ഒരു കാര്യത്തിന് ആദ്യമേ വന്നിരുന്നു. അത് പോരാഞ്ഞിട്ട് അവർ ഇന്ന് വരെ അവരെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ തെളിവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് വരെ പല ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പോലും അവർ തെളിവെടുപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് എണീറ്റ് ഇരിക്കാനും പറ്റുന്ന സാഹചര്യത്തിൽ പോലും അത്രയും മണിക്കൂറോളം ഇരുന്നുള്ള തെളിവെടുപ്പിന് അവർ എല്ലാ സ്ഥലങ്ങളിലും അതിന് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തവരാണ്. അവരോടൊപ്പം യോജിച്ച് നിന്ന സ്ത്രീയാണ്. അപ്പം ആ സ്ത്രീ ഒരിക്കലും പബ്ലിക്കിൻ്റെ മുമ്പിൽ അഥവാ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞില്ല എന്നുള്ള നമ്മൾ അങ്ങോട്ട് ആരോപിക്കുന്നതിനകത്ത് സത്യം പറഞ്ഞാൽ കഴമ്പില്ല എന്നുള്ള അവർ തെറ്റ് തന്നെയാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അവർ പറയേണ്ട സ്ഥലങ്ങളിൽ അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം. പക്ഷേ എൻ്റെ മുമ്പിൽ കണ്ടത്, ഞാൻ അവസാന മിനിറ്റിൽ എൻ്റെ കണ്ണ് അടയുന്നതിന് മുമ്പ് ഞാൻ കണ്ട കാര്യങ്ങൾ ഇത്രയായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നു. അവർ പറഞ്ഞ കാര്യം അതിനപ്പുറത്തേക്ക് നിങ്ങളോ ഞാനോ ദൃക്സാക്ഷികളല്ല, നമ്മളൊന്നും കണ്ടിട്ടുമില്ല. ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ആരോപിക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് നാളിന് മുമ്പ് വരെയും എനിക്ക് ഇതിനകത്ത് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഈ തമ്പി എന്ന് പറയുന്ന ആളെയും അർജുൻ എന്നുള്ള ആളെയും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനൊന്നും പറ്റത്തൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ അത് കണ്ടെത്തേണ്ടത് ഞാനോ നിങ്ങളോ ഒന്നുമല്ല. അത് തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടത് അതിൻ്റെ നടപടിക്രമങ്ങളോടുകൂടി നമ്മുടെ നിയമത്തിനെ അത് കയ്യിലെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനൽ പരിപാടികൾ കാണിച്ചിട്ടുള്ള ആൾക്കാരെ അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്.
നിയമപാലകരുണ്ട്, അവരിലൂടെയാണ്, കോടതികളിലൂടെയാണ് നടക്കേണ്ടത്. അപ്പം അത് അങ്ങനെ നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതേ നമുക്ക് കഴിയുന്നു ഉള്ള കാര്യം. അച്ഛൻ്റെ അമ്മയുടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും ആ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ബാലചേട്ടൻ്റെ വൈഫിനെ അംഗീകരിച്ചിട്ടില്ല. ബാലചേട്ടൻ്റെ സഹോദരി കിടപ്പിലാണ്, ആ കിടപ്പിലായ സഹോദരി മരണപ്പെടുന്നു. അതിനുശേഷം അപ്പം അതിനും അവർ പോയിട്ടില്ല. ബാലചേട്ടൻ്റെ അമ്മാവൻ മരണപ്പെടുന്നു, അതിനും ഈ ലക്ഷ്മി ചേച്ചി പോയിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു. അവർ തന്നെ പറയുന്നു, എന്നെക്കുറിച്ച് ഇത്രത്തോളം പല ചാനലുകളിലൂടെയും നിരന്തരമായി ഇന്നും അവർ പറയുന്ന ഒരു കാര്യത്തിന് ഞാൻ എങ്ങനെയാണത് അത് കണ്ടിട്ടും എനിക്ക് വേദനിച്ചില്ല എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെയാണ് പോകാത്തെന്നുള്ള കാര്യം അവർ പറഞ്ഞു. അവരോട് കമ്മ്യൂണിക്കേഷൻ വയ്ക്കാത്തതിനെ കുറിച്ചാണ്, ഈ മരണത്തിന് പോകാത്ത കാര്യത്തിനെ കുറിച്ചില്ല, പോകാൻ പറ്റാത്ത സാഹചര്യത്തിനെ കുറിച്ച് അവർ പറയുമ്പോൾ തന്നെ അതെല്ലാം വ്യക്തമാണ്. അപ്പം എനിക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്, ആ സ്ത്രീ സ്വന്തം ജീവിതം രക്ഷപ്പെടും, ഇദ്ദേഹം മാത്രം മരിക്കും, അതിനോടൊപ്പം തന്നെ എൻ്റെ സ്വന്തം കുഞ്ഞും മരിക്കും, അതുകൊണ്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലുമൊക്കെ ഇവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നതിന് ഞാൻ അങ്ങ് സപ്പോർട്ട് ചെയ്യാമെന്ന് ലോകത്തൊരാളും അതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കലാഭവൻ ശോഭിത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നുള്ള കാര്യത്തിനെക്കുറിച്ച് അത് കാലം തെളിയിക്കട്ടെ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതിനകത്ത് അദ്ദേഹം ഇപ്പം പല ആൾക്കാർക്ക് സംശയം തോന്നുന്നത് എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാത്തതുപോലെ എനിക്കും അറിയില്ല. ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഞാനും പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാത്ത കാര്യം നിങ്ങൾ പറയാതിരിക്കുക. ഒരു സ്ത്രീയായിട്ട് ബ്ലെയിം ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ അവർ കടന്നു പോകുന്ന അനുഭവങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങളുടെ വീട്ടിനകത്തുള്ള മുഴുവൻ ആൾക്കാർ മരണപ്പെട്ടു, നിങ്ങൾ മാത്രം ജീവിച്ചിരിക്കുക. ഇപ്പം നമ്മൾ ചൂരൽമലയിലും മുണ്ടക്കൈ ദുരന്തത്തിലും കണ്ടതുപോലെ അവിടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട ആൾക്കാരുണ്ട്. ഒരു ഗൾഫിൽ നിന്ന് വന്നൊരു ചേട്ടൻ്റെ കണ്ണുനീര് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് ഓർത്ത് കരയുന്ന കാര്യങ്ങൾ, ആ ഒരു കുഞ്ഞുങ്ങളും കുടുംബവും മൊത്തം പോയി, ഒരാൾ മാത്രം ഇങ്ങനെ ജീവിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്, ശ്രുതിയെ പോലെ, അങ്ങനെ പലരും ഉണ്ട്. അങ്ങനെ ഉള്ള ആൾക്കാരിൽ പെട്ട ഒരാളല്ലേ കുറ്റിയേറ്റ് പോയി എന്ന് പറയും. സീരിയസ്ലി കുറ്റിയേറ്റ് പോവുക എന്ന് നമ്മൾ കവിവാക്യത്തിൽ കുറ്റിയേറ്റ് പോവുക എന്ന് പറയും. ബാലിച്ചേട്ടൻ ഇനിയൊരു ശേഷിപ്പുണ്ടോ? ബാലിച്ചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇനിയൊരു ശേഷിപ്പുണ്ടോ? എനിക്കറിയില്ല. ഇനി വേറെ മക്കളുണ്ടോ? എനിക്ക് അതറിയില്ല. ഉണ്ടോ? അപ്പം ആ ഒരു തലമുറ അവിടെ നിൽക്കുകയാണ്. ആ തലമുറയ്ക്ക് ഇനിയൊരു മുന്നോട്ട് പോക്കില്ല. ഇപ്പം എൻ്റെ അച്ഛന് ഞാനുണ്ടായി, എൻ്റെ ചേട്ടനുണ്ടായി, ഞങ്ങൾക്ക് മക്കളുണ്ടായി എന്ന് പറഞ്ഞ് അതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു ശേഷിപ്പുണ്ടായിരുന്ന ആ കുഞ്ഞു വരെ നഷ്ടപ്പെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവരുടെ തീവ്രമായ വേദനയെ സത്യം പറഞ്ഞാൽ അവരോടൊപ്പം കൂടെ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അച്ഛനും അമ്മയ്ക്കും നീതി വേണം. അവരുടെ ഭാഗത്തുള്ള നീതിയും അവർ പറയുന്നത് പോലെ എന്തെങ്കിലും തരത്തിൽ ആര് കുറ്റവാളികളാണെങ്കിലും അത് നിയമത്തിൻ്റെ മുമ്പിലേക്ക് വരണം. അതുപോലെ ഈ സ്ത്രീ അവരൊരു വിധവയും കൂടെയാണ്, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്ത്രീയാണ്. അവരുടെ ആ ഒരു വേദനയിലും അവർക്കും വേണ്ടത് നീതി തന്നെയാണ്. അത് നമ്മളല്ല വിധിക്കേണ്ടത്. സത്യം പറഞ്ഞത് കോടതിയിലും നിയമത്തിൻ്റെ മുമ്പിലേക്കാണ്. അല്ലാതെ നമ്മൾ അറിയാത്തൊരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നുള്ള നമ്മുടെ ഒരു ചിന്തയിലൂടെ കടന്നുപോയി നമ്മൾ പല കമൻറ്റുകളും ഇങ്ങനെ ഇട്ട് നമ്മൾ അവരെ തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് ചില ആൾക്കാർ പല സ്ഥലങ്ങളിൽ ഇരുന്ന് പറയുന്ന ആ ഒരു നാടകം. കാരണം അവരും കണ്ടിട്ടില്ല, അവരുടെയും ഭാവനയിൽ വരുന്ന കഥകളാണ് നിങ്ങളുടെ മുമ്പിലേക്കും പറയുന്നത്. അവിടെ കണ്ട ഒരേ ഒരു വ്യക്തി ഈ ഒരു KSRTC ഡ്രൈവറുണ്ട്, പിന്നെ ഒപ്പം ഉണ്ടായിരുന്നിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ശ്രീമതി ലക്ഷ്മിയാണ്. അവരിതെല്ലാം ഒളിച്ചു വെച്ച് കള്ളം പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇനി എന്ത് കാര്യം നേടാൻ വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും വലിയ കോടികൾ നേടാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ വലിയ സൗഭാഗ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടോ? എന്തിനു വേണ്ടിയിട്ടായിരിക്കണം അവർ സ്വന്തം കുഞ്ഞിനെയും ഇഷ്ടത്തോടുകൂടി ജീവിച്ചൊരു മനുഷ്യനെയും നഷ്ടപ്പെട്ടതിന് ശേഷം അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇനി അത് വേറെന്തിൻ്റെ പുറകെ പോകേണ്ടത്? എനിക്ക് വളരെ വളരെ ഇമോഷണലി എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അവർ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറിയതിനെ കുറിച്ച് ആൾക്കാർ ഇവിടെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നു. അതൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നു? അത് കാറിലിരുന്ന് ഇങ്ങനെ ഒരു നോസിയ ഇഷ്യൂസ് ഉള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അവർക്ക് ബുദ്ധിമുട്ടാണ്, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് അപ്പോൾ പിന്നെ അങ്ങ് ദീർഘദൂര യാത്ര ചെയ്യുമെന്നോ? അപ്പോൾ പിന്നെ ദീർഘദൂര യാത്ര ചെയ്യത്തില്ലേ? ഞാനൊക്കെ എത്ര കിലോമീറ്റർ ഈ ഒരു വിഷയം ഉണ്ടെങ്കിൽ യാത്ര ചെയ്യും. യാത്ര ചെയ്തേരം നമ്മുടെ ആവശ്യമല്ലേ? സോ എനിക്ക് എന്തായിരുന്നാലും ഞാൻ സത്യമായിട്ട് ഞാൻ പറയാം, ലക്ഷ്മി ചേച്ചിക്ക് നീതി കിട്ടണം, ആ അച്ഛനും അമ്മയ്ക്ക് നീതി കിട്ടണം. ഇതിനകത്ത് കൾപ്രിറ്റുകളായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അവരെ പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ മുമ്പിൽ വരണം. നിരപരാധികൾ രക്ഷപ്പെടട്ടെ, എത്രയും മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ അവരാരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. ക്രൂരമായി കൊല്ലാക്കൊല ചെയ്യാതിരിക്കുക. ഞാനും കണ്ട കാര്യമല്ല. അത് നടന്നിട്ട് 6 വർഷം പിന്നിടുന്നു. അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കുക. ട്രോമാറ്റിക്കായിട്ട് അവരെങ്ങനെയായിരിക്കും പോകുന്നുള്ളത് ചിന്തിക്കുക. അവർ ജീവിച്ചിരിക്കുന്നതിനെ, ആ ഒരു എക്സിസ്റ്റൻസിനെ നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവരെ ജീവിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ റേസ്.